ഇന്ത്യയുടെ ശത്രു രാജ്യവുമായി സൗഹൃദം സ്ഥാപിക്കുന്ന ഏത് രാജ്യമായാലും ആ രാജ്യത്തോടുള്ള ഇന്ത്യയുടെ നിലപാടുകൾ തികച്ചും ശത്രുതാപരമായിരിക്കും. മാത്രമല്ല ആ രാജ്യത്തോടുള്ള ബന്ധങ്ങൾ പോലും ഇതിലൂടെ വഷളാകാൻ സാധ്യതയുണ്ടാകുമെന്നാണ് വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധം തകരാനുള്ള പ്രധാന കാരണവും പാകിസ്ഥാനുമായുള്ള യുഎസിന്റെ സഹകരണമാണെന്ന് യുഎസിലെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ യുഎസ് ബന്ധത്തിലെ പ്രധാന വെല്ലുവിളികളിലൊന്ന് പാകിസ്ഥാൻ സൈനിക നേതൃത്വവുമായുള്ള വാഷിംഗ്ടണിന്റെ പുതുക്കിയ ഇടപെടലാണെന്ന് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ അമേരിക്കയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ധ്രുവ ജയശങ്കറാണ് വ്യക്തമാക്കുന്നത്. യുഎസ് ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തം, സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് സുരക്ഷിതമാക്കൽ എന്ന തലക്കെട്ടിലുള്ള ഹൗസ് ഫോറിൻ അഫയേഴ്സ് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ ഉപസമിതിയുടെ ഹിയറിംഗിലാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്. ഇന്ത്യയുടെ ആശങ്കകളെ കുറിച്ച് സംസാരിക്കവേ ജയശങ്കർ പറഞ്ഞു, ഇന്ത്യയിലെ രണ്ടാമത്തെ വെല്ലുവിളി പാകിസ്ഥാന്റെ സൈനിക നേതൃത്വവുമായുള്ള അമേരിക്കയുടെ പുതുക്കിയ ഇടപെടലുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ് ഇതര തീവ്രവാദ പ്രോക്സികളെ ഉപയോഗിക്കുന്നതിന്റെ ദീർഘവും നന്നായി രേഖപ്പെടുത്തിയതുമായ ചരിത്രമാണ് പാകിസ്ഥാനുള്ളത്. തൽഫലമായി വർഷങ്ങളായി മൂന്നാം കക്ഷി മധ്യസ്ഥത പലപ്പോഴും പാകിസ്ഥാന്റെ സാഹസികതയ്ക്ക് കാരണമായിട്ടുണ്ടെന്നതാണ് ഇന്ത്യയുടെ അനുഭവം. അതിനാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള D- നയമാണ് യുഎസ് പിന്തുടരുന്നത്. ഇരുവരുമായും ഇടപഴകുകയും എന്നാൽ അവരുടെ തർക്കങ്ങളിൽ പങ്കാളിത്തം കുറയ്ക്കുകയും ചെയ്തു. വ്യാപാരവും പാകിസ്ഥാനും സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ അമേരിക്കയ്ക്കും ഇന്ത്യക്കുമിടയിൽ വിജയകരമായി കൈകാര്യം ചെയ്താൽ ഭാവിയിലെ സഹകരണത്തിന് ഗണ്യമായ പുരോഗതി ഇപ്പോഴും നിലനിൽക്കുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ഖനന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി യുഎസ് ഒരു പ്രധാന നിക്ഷേപം പ്രഖ്യാപിച്ച സമയത്താണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ റെക്കോർഡിക് നിർണായക ധാതുക്കളുടെ പദ്ധതിയുടെ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനായി ബുധനാഴ്ച യുഎസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് $1.25 ബില്യൺ ധനസഹായം അനുവദിച്ചു. ട്രംപ് ഭരണകൂടം ഇത്തരം വാണിജ്യ ഇടപാടുകളെ നയതന്ത്ര സമീപനത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കിയിട്ടുണ്ടെന്ന് ഇസ്ലാമാബാദിലെ യുഎസ് എംബസിയിലെ ഇടക്കാല അഫയേഴ്സ് നതാലി എ ബേക്കർ എക്സിൽ ഒരു വീഡിയോ പങ്കിട്ടുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനിലെ റെക്കോർഡിക്കിൽ നിർണായകമായ ധാതുക്കളുടെ ഖനനത്തെ പിന്തുണയ്ക്കുന്നതിനായി യുഎസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അടുത്തിടെ $1.25 ബില്യൺ ധനസഹായം അംഗീകരിച്ചു എന്ന വസ്തുത എടുത്തു കാണിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. നമ്മുടെ ഇരു രാജ്യങ്ങൾക്കും തൊഴിൽ സമൃദ്ധിയും നൽകുന്നതിലൂടെ യുഎസ് കയറ്റുമതിക്കാർക്കും പ്രാദേശിക പാകിസ്ഥാൻ സമൂഹങ്ങൾക്കും പങ്കാളിത്തങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന ഒരു മാതൃകാ ഖനന പദ്ധതിയാണ് അവർ റെക്കോർഡിക്കിനെ വിശേഷിപ്പിച്ചത്. ട്രംപ് ഭരണകൂടം ഇതുപോലുള്ള കരാറുകൾ കെട്ടിച്ചമയ്ക്കുന്നത് അമേരിക്കൻ നയതന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കിയിരുന്നു. പുതിയ പ്രതിബദ്ധത ബലൂചിസ്ഥാനിലെ സാമ്പത്തിക വളർച്ചയെ നയിക്കുമെന്ന് ഇസ്ലാമാബാദിലെ യുഎസ് എംബസി എക്സിൽ ഒരു ഹ്രസ്വ സന്ദേശം പോസ്റ്റ് ചെയ്തു. കൂടാതെ പദ്ധതിയെ യുഎസ് ബിസിനസ്സുകൾക്കും പ്രാദേശിക പാകിസ്ഥാൻ സമൂഹങ്ങൾക്കും ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിച്ചു. വാഷിംഗ്ടണിൽ നിന്നും ഇസ്ലാമാബാദിലേക്കുള്ള സാമ്പത്തിക ഇടപെടലുകളുടെ വളർച്ചയെ തുടർന്നാണ് ഈ നീക്കം. ജൂലൈയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായി ഒരു പ്രത്യേക വ്യാപാര സംരംഭം പ്രഖ്യാപിച്ചു. അത് രാജ്യത്തിന്റെ എണ്ണ ശേഖരം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു. ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് എഴുതി, പാകിസ്ഥാൻ രാജ്യവുമായി ഞങ്ങൾ ഒരു കരാർ അവസാനിപ്പിച്ചു. അതിലൂടെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വമ്പിച്ച എണ്ണശേഖരം വികസിപ്പിക്കുന്നതിൽ ഒരുമിച്ച് പ്രവർത്തിക്കും. ഈ പങ്കാളിത്തത്തിന് നേതൃത്വം നൽകുന്ന എണ്ണ കമ്പനിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ് ഞങ്ങൾ. ആർക്കറിയാം, ഒരുപക്ഷെ അവർ എപ്പോഴെങ്കിലും ഇന്ത്യക്ക് എണ്ണ വിൽക്കും. ഇന്ത്യക്ക് മേൽ 25% തീരുവയും അധിക പിഴകളും ചുമത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഈ വർഷം ആദ്യം ജൂണിൽ 26 പേരുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച മെയ് മാസത്തിലെ സംഘർഷത്തിനു ശേഷം ട്രംപ് പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിനെ വൈറ്റ് ഹൌസിൽ ഉച്ചഭക്ഷണ യോഗത്തിൽ ആതിഥേയത്വം വഹിച്ചു. ആ സമയത്ത് കൂടുതൽ സൈനിക സംഘർഷം തടയുന്നതിന് ട്രംപ് മുനീറിനെ പ്രശംസിച്ചു. യുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കാനും അത് അവസാനിപ്പിക്കാനും ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിച്ചു എന്നതാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിന്റെ കാരണം, ട്രംപ് പറഞ്ഞു. പിന്നീട് ഓഗസ്റ്റിൽ മുനീർ വീണ്ടും അമേരിക്ക സന്ദർശിച്ചു. അവിടെ അദ്ദേഹം ഇന്ത്യക്കെതിരെ പരാമർശങ്ങൾ നടത്തി. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള മാധ്യമമായ ARY ന്യൂസും ദി ഡോണിലെ ഒരു റിപ്പോർട്ടും അനുസരിച്ച് ഫ്ലോറിഡയിലെ ടാംബയിലുള്ള പാകിസ്ഥാൻ അമേരിക്കൻ സമൂഹത്തിലെ അംഗങ്ങളോട് മുനീർ പറഞ്ഞു, ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതുവരെ ഞങ്ങൾ കാത്തിരിക്കും. അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ അത് നശിപ്പിക്കും. കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാന്റെ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അതിനെ പാകിസ്ഥാന്റെ കഴുത്ത് സിര എന്ന് വിളിക്കുകയും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമല്ലെന്ന് അവകാശപ്പെടുകയുമാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.